കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗബന്ധം സംഭവിക്കും. സമരക്കാരുടെ ഏറ്റവും വലിയ പരാജയമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. ഒരാളെ ഇവരുടെ പ്രശ്നത്തെ മാറ്റി കൊടുത്താൽ പിന്നെ അടുത്ത വരും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ CJP പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ്, നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കുറേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പല ആൾക്കാരും ഇതിനെതിരായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവരുടേതായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇറക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കുറേ കാര്യങ്ങളൊന്നും ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചു, ചെറിയ ചെറിയ ഷോർട്സിന് പകരം. ഞാനേ ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, എന്താ TG മോഹൻദാസ് എന്നുള്ള ഒരാൾ. അയാൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്ന് കണ്ടു നോക്കാം അത്. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. അതെ, സോ മെനി തിങ്സ് ക്യാൻ ഹാപ്പൻ. എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുമോ, ഇദ്ദേഹം ഇത് പറയുന്നത് ഇയാളുടെ ബുദ്ധിപൂർവ്വം പറയുക തന്നെയാണോ, അല്ലെങ്കിൽ ഇയാൾ സർക്കാസമായിട്ട് പറയുവാണോ? ഇദ്ദേഹം, എനിക്കറിയില്ല ഇദ്ദേഹം എവിടെ കൊടുത്തതാണ്. എനിക്ക് ചെറിയൊരു ബൈറ്റാണ് കിട്ടിയത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു അഭിപ്രായം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ വായ തോന്നുന്ന അഭിപ്രായമാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും? ഇദ്ദേഹത്തിന് കുറഞ്ഞത് ഒരു 50-60 വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലും കുറവാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ അത്രയെങ്കിലും ബുദ്ധിയും ബോധമുള്ളൊരു വ്യക്തി ആയിരിക്കുമല്ലോ ഇദ്ദേഹം. എന്ത് പറയാനാ? എല്ലാ പിള്ളേരെയും വെടിവെച്ചിട്ട് കുറച്ച് ശവങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ പിള്ളേരും ഓടിപ്പോകും. എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് നമുക്ക് PM ആക്കണം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന് ഒരു PM ആക്കാം. പ്രൈം മിനിസ്റ്റർ ആക്കിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ഇയാൾ ചെയ്ത് നോക്കണമായിരുന്നു. എല്ലാത്തിനെയും വെടിവെച്ച് വന്നിട്ട് ഇയാൾ ഒറ്റക്ക് ഭരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ജന്തർ മന്ദറിൽ നടന്ന ജെൻസികളുടെ സമരം, TG മോഹൻദാസ് പറഞ്ഞ ഒരു വാക്യത്തെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ ഒഴിഞ്ഞു പോകാൻ അവരോട് ആവശ്യപ്പെടും, പിന്നെ വെടിവെച്ച് കൊല്ലും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇങ്ങനെ പറഞ്ഞതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തു. അടുത്ത വൈറ്റ് വാഷ് വരുന്നുണ്ട്. ഇയാൾ പറയുന്നത് പറഞ്ഞാൽ, ഇങ്ങനെ ഇയാൾ പറഞ്ഞു അത് ഓക്കെ, പക്ഷേ അഡീഷണൽ ആയിട്ട് കൂടെ ആഡ് ചെയ്തിട്ട് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണെന്ന്. അപ്പം ഇങ്ങനെ ഇത് പറഞ്ഞത് തെറ്റല്ല, മാധ്യമങ്ങൾ വേറെ എക്സ്ട്രാ കൂടെ പറഞ്ഞു എന്നാണ് ഇയാളുടെ കുഴപ്പം. കണ്ടുനോക്കാം. TG മോഹൻദാസിനെതിരെ അടിയന്തര നടപടി എടുക്കണം. RSS ഉടൻ പ്രവർത്തിക്കണം. BJP ഉടൻ പ്രവർത്തിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ആക്ഷൻ എടുക്കണം. അഹമ്മദ് മാഷുണ്ട്, TG മോഹൻദാസ് സാറും ഉണ്ട്. എങ്ങനെ കാണാം മാഷ ഇതിനെ? എനിക്ക് TG നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം ഹ്യൂമർ ആയതുകൊണ്ടും ഞാൻ ഇതിനെ വളരെ തമാശയായിട്ട് എടുത്തുള്ളൂ. ഇദ്ദേഹത്തിന് മറ്റേ ആളെ നന്നായിട്ട് അറിയാം. പിന്നെ ഇയാൾ ഹ്യൂമറായിട്ട് പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇയാൾക്ക് തമാശയായിട്ടാണ് തോന്നിയത്. എനിക്കറിയില്ല ഇയാൾ ആരാണ്, അധ്യാപകനാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല. കുട്ടികൾക്ക് പ്രഭാഷണ എലക്യൂഷനും അതുപോലെ ഈ പ്രബന്ധരചനയ്ക്കൊക്കെ വിഷയം കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്, ഞാൻ പ്രധാനമന്ത്രിയായാൽ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ, അത്തരം വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് ഒരു അധ്യാപകനാണ് കേട്ടോ. ഈ അധ്യാപകൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പിള്ളേർക്ക് ഉപന്യാസം അങ്ങനെ എഴുതാനൊക്കെ കൊടുക്കുമല്ലോ. അതായത് ഞാൻ മന്ത്രിയായാൽ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിള്ളേരപ്പോൾ എഴുതും, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറാനിൽ പോയിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഇയാൾ അത് വായിച്ചിട്ട് അയാൾക്ക് ഗുഡ്, അടിപൊളി, എന്നാ നിനക്ക് 100-ൽ 100 മാർക്ക്. ഇങ്ങനെയാണ് ഇയാളൊക്കെയാണ് അധ്യാപകൻ. ഇത് ഈ ഒരു സമരം, ഇവർ നയിച്ച CJPയുടെ സമരം വിജയിച്ച സന്ദർഭത്തിൽ TG ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു കോളമാണ്, പതിവ് കോളമാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അത്ര ലെങ്ത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ആ ചാനൽ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ TG അന്ന് സംസാരിച്ച വിഷയം, ധർമ്മേന്ദ്ര പ്രധാന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഈ സമരം നടക്കുന്ന കാലത്ത് ഞാനായിരുന്നെങ്കിൽ ആ സമരത്തെ എങ്ങനെ നേരിടുമായിരുന്നു. അല്ലെങ്കിൽ അതെ, ഇദ്ദേഹം ഭാവനെ പറഞ്ഞ അഭിപ്രായമാണ്. അത് വായി തോന്നിയ അഭിപ്രായമായി പോയി. അതാണ് ജനങ്ങളിട്ട് എടുത്തു കൊടുക്കുന്നത്. അഭിപ്രായം ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ അത് എന്ത് പറയാൻ ഇവരോടൊക്കെ? ഇത്രയും പ്രായമുണ്ട്, എൻ്റെയൊക്കെ അപ്പൻ്റെ വയസ്സുണ്ട്, എന്നിട്ടാണ് ഇവന്മാർ ഇമാതിരി കനന്തിരി കാണിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഇവരുടെ ഒരു വലിയ പരാജയമായി പോയി. ഈ പറഞ്ഞ ശക്തികൾക്ക് സമരക്കാരുടെ ഏറ്റവും വലിയ പരാജയമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. നിരാശയിൽ. അതെ, ജെൻസീസ് സമരം ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അയാൾ രാജിവെച്ചപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി പോയി. ബെസ്റ്റ് തിയറിയാണ് കേട്ടോ. ഈ തിയറി നമുക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ വരും തലമുറയ്ക്ക് ഇത് പഠിക്കാനായിട്ട് എടുക്കാം.
വിഷമത്തിലും ഒക്കെ കഴിയുന്നവർക്ക് എൻ്റെ വീഡിയോ അതിൻ്റെ പുറത്ത് അടുത്ത ആണിയായിരുന്നു. ഞാനൊരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ നേർക്ക് ദേ കനോട്ട് ഡു എനിത്തിങ്. അപ്പോൾ ജെൻസി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയല്ലോ. അതുകൊണ്ട് ആ സങ്കടപ്പെട്ടിരിക്കുന്ന ജെൻസി ഇയാളുടെ മേലെ കുതിര കയറുന്നു എന്ന് പറയുന്നത്. ലൈക്ക് അപ്പോൾ ഇയാൾക്കെതിരെ എന്തെങ്കിലും പറയാമല്ലോ. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി പോയി ജെൻസിക്ക്. ഞങ്ങൾ ഇനി എങ്ങനെ സമരം ചെയ്യും? ഞങ്ങൾ സമരം ചെയ്യാൻ മുട്ടി നിൽക്കുമായിരുന്നല്ലോ. ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോഴാണ് അവർ നോക്കിയത് ഇയാളുടെ വീഡിയോ ഇറങ്ങിയത്. എന്നാൽ പിന്നെ ഇയാൾക്കെതിരെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഇത്രയും ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഇത്രയും ക്യാമ്പയിൻ വരുന്നത് കേട്ടോ. അല്ലാതെ ഇയാൾ പറഞ്ഞത് തെറ്റായ രീതിയിലോ അങ്ങനെയൊന്നും ആയിട്ടല്ല. അഗൻസ്റ്റ് മോദി, അതെ. മോദിക്ക് അഗൻസ്റ്റ് അവർക്ക് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്തു. ജന്തർ മന്ദർ വരെ പോയി. ആൻഡ് ദാറ്റ് ഫെയിൽഡ്. അവർ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചമ്മലായിപ്പോയി. മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരോ, അത് ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, മോശമായി എന്ത് പരിപാടിയാണ്. ഇതാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ ആദ്യം വന്നത്. വിട്ടുകളഞ്ഞില്ലേ. ഈ വടംവലിയിൽ മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വടം അങ്ങോട്ട് വിട്ടുകൊടുത്താലോ, വിട്ടുകൊടുത്തു. ആ പെനൾട്ടിമേറ്റ് പോയിന്റ് വരെ പിടിച്ചു നിർത്തിയിട്ട് വിട്ടുകൊടുത്തപ്പോൾ അപ്പുറത്തുള്ളവരെല്ലാം മലന്നടിച്ചു വീടും. ആ വീഴ്ചയുടെ ജാള്യം പേറിക്കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 32 ദിവസം മോദിജി വടം ഇങ്ങനെ ഉറുക്കി പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് 48 hours മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു. ആര്? മോദിജി പിന്നെ CJPയിലെ മെമ്പേഴ്സായിട്ട്. എന്നിട്ട് അവർ സഹകരിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. അതും ലാസ്റ്റ് മിനിറ്റിലാണ് അവരത് തീരുമാനിച്ചത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ മോദിജി എന്താണ് പിടിച്ചു വെച്ച വടം വിട്ടുകൊടുത്തു. അപ്പോൾ എന്തു പറ്റി? പാറ്റകളല്ലേ മറിഞ്ഞു വീണു. ഈ കേരളത്തിലെ ജിഹാദികളാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും മതേതരവാദികൾ എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ വീണുപോയല്ലോ ദൈവം എന്നത്. ഈ പാറ്റകൾക്കൊരു സ്വഭാവമുണ്ട്. പാറ്റ മലന്ന് ആറ്റം ബോംബ് വീണാൽ പോലും പാറ്റകൾ അതിജീവിക്കും. പക്ഷെ മലന്ന് വീണാൽ പോക്കാം. ശരി. മലന്ന് വീണ പാറ്റയെ കണ്ടിട്ടില്ലേ? ആരെങ്കിലും തട്ടി കമത്തിയിട്ടാലേ പിന്നെ അതിന് പോകാൻ പറ്റുള്ളൂ. തന്നെത്താനെ കമന്ന് വീഴാൻ പറ്റില്ല. അത് ഇങ്ങനെ കിടന്ന് 3-4 ദിവസമൊക്കെ ഇങ്ങനെ കിടന്ന് ചാവില്ലല്ലോ. അവസാനം ആരെങ്കിലും ഒന്നുമില്ലേ കാറ്റെങ്കിലും അടിച്ചിട്ട് ഇത് കമന്ന് വീഴും. ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് ഓടും. അപ്പം അറിയാം, എങ്ങനെ മറിച്ചിട്ടാലും 3-4 ദിവസം കഴിഞ്ഞാലും ഇവർ പൊങ്ങി വരും, ചാവത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്. ഇയാൾ തന്നെ അത് പറഞ്ഞു. അതാണ് ഫാക്ട്. എങ്ങനെയൊക്കെ അടിച്ചമർത്തിയാലും നീതി എവിടെയാണോ അവിടെ വിജയിക്കുള്ളൂ. ഇന്നിപ്പോൾ എന്താണ്? ആദ്യം കുറച്ച് പിള്ളേരോട് വന്നു, കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞ്, പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നു. അവർ പറയുന്നു നീറ്റാണ് വിഷയം. അവിടെ തന്നെ പത്രക്കാർ കഴിയുമ്പോൾ നീറ്റ് മാറി, കുറച്ച് കഴിയുമ്പോൾ രാം മന്ദിറായി, കുറച്ച് കഴിയുമ്പോൾ RSS ആയി, കുറച്ച് കഴിയുമ്പോൾ BJP ആയി, കുറച്ച് കഴിഞ്ഞ് പറയുന്നത് പ്രധാൻ മാത്രം പോരാ, പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്തതും പ്രധാനമന്ത്രി രാജിവെക്കണം. അപ്പോൾ ഒരാളെ ഇവരുടെ പ്രശ്നത്തിൽ മാറ്റിക്കൊടുത്താൽ പിന്നെ അടുത്ത ഡിമാൻഡോട്ട് വരും. KKG പറഞ്ഞത് കേട്ടായിരുന്നോ? പിള്ളേർ പറയുന്നത് കേട്ട് ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അടുത്ത ആളെ മാറ്റണമെന്ന് എന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മാറാതിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണല്ലോ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി. ഈ സമരത്തിൽ അവർക്ക് വ്യക്തമായ കുറച്ച് അജണ്ടാസ് ഉണ്ടായിരുന്നു. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം. പിന്നെ മരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. ഇനി ഭാവിയിൽ ഇതേപോലെ നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ ഏത് പരീക്ഷയാണെങ്കിലും അതിൻ്റെ പേപ്പേഴ്സ് ഒന്നും ലീക്കാവാൻ പാടില്ല. അതല്ലാതെ ഇയാൾ പറയുന്ന പോലെ ഓരോ ടൈമിലും ഓരോ അജണ്ടാസും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, പിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ആക്ച്വലി ഇത് പിള്ളേരുടെ അവകാശമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സമരം ചെയ്യുക, അല്ല അക്കൗണ്ടബിലിറ്റി അത് ഏറ്റെടുത്തിട്ട് അവർ മാറുക. ഇതിപ്പോൾ എന്താ പറയുക, ഇവർ എന്താ രാജാക്കന്മാർ? നമ്മൾ വന്നിട്ട് പറയണം നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരിയായില്ലെങ്കിൽ ഞങ്ങളെന്നാൽ വേറെ പരീക്ഷ നടത്താം, അല്ലാതെ ഞങ്ങൾക്ക് മാറാനൊന്നും പറ്റില്ല. ശരിയാണ്, ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അവർ വേറെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതും അംഗീകരിച്ചു കൊടുക്കാൻ നിൽക്കണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്തത്. കാരണം ഞങ്ങൾ രാജാക്കന്മാർ പറയും നിങ്ങൾ പ്രജകളത് അനുസരിച്ചാൽ മാത്രം മതി, അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കാൻ നിൽക്കരുത്. കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ കാര്യമില്ല. അതായത് ഓരോരുത്തരുടെ ചിന്താഗതി അങ്ങനെയാണ്. അവർ വിശ്വസിക്കുന്ന ഐഡിയോളജി എന്താണോ അത് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അവർക്ക് ഫാക്ട് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അവർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് തെറ്റായിട്ടാണ്, അവർ ചിന്തിക്കുന്നതാണ് കറക്റ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇവരൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്ത് റിയാക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ഇതൊക്കെ നോക്കിയിരുന്ന് ചിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ ഒന്ന് നന്നാക്കാമെന്നുള്ള വിശ്വാസമൊന്നും നമുക്കില്ല. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക സബ്സ്ക്രിപ്ഷൻ. ആൻഡ് വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.